നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ മുളിയാർ ഗ്രാമപഞ്ചായത്തിലാണ്. ഇവിടെ താമസിക്കുന്ന 300ഓളം കുടുംബങ്ങൾ കഴിഞ്ഞ 7 മാസമായി പുലിഭീതിയിൽ കഴിയുകയാണ്. ദിനം പ്രതി ഇവിടുത്തെ ജനങ്ങൾക്ക് തങ്ങളുടെ വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ മാതാപിതാക്കളാകട്ടെ തങ്ങളുടെ കുട്ടികളെ വളരെ പേടിയോടുകൂടിയാണ് സ്കൂളിലേക്ക് അയക്കുന്നത്. നമുക്കിവിടുത്തെ ജനങ്ങളോട് തന്നെ ചോദിച്ചു നോക്കാം. കഴിഞ്ഞ 2 ദിവസം മുൻപായിരുന്നു ഈ വീട്ടിലെ വളർത്തുനായെ പുലി ആക്രമിച്ചത്. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. എപ്പോഴായിരുന്നു സംഭവം? എങ്ങനെയായിരുന്നു? നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഈ ഷെഡിൻ്റെ അടുത്തായിരുന്നു സംഭവം. ഇവിടെ പട്ടിനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ വന്നാണ് ആക്രമിച്ചത്. ഏകദേശം രാത്രി 2:30 മണിയോടെയാണ് സംഭവിച്ചത്. പുലി വന്ന് കടിച്ച് അതിൻ്റെ ചെവിയെല്ലാം കീറി ചോര വരുന്നുണ്ടായിരുന്നു. അത് കരിഞ്ഞ ശബ്ദം കണ്ടാണ് ഞങ്ങളെല്ലാം ഉണർന്നോടി വന്നത്. അപ്പോഴേക്കും പുലി ഓടിപ്പോയി. അതിൻ്റെ പിറകെ നമ്മുടെ മറ്റൊരു നായി കൂടെ അതിൻ്റെ പിറകെ പോയി അതിനെയും ആക്രമിച്ചു. പക്ഷേ അതിനെ പിടിക്കാൻ കിട്ടിയില്ല, അത് ഓടിപ്പോയി. പിന്നെ ആ ഷെഡിൻ്റെ അടുത്ത് തന്നെ പശുവിനെയും ക്ലാവിനെയെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ ആക്രമിച്ചിട്ടില്ല. ഇവിടെ തൊഴിലാളികളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. തൊഴിലാളികളാണ് ഈ പുലി വന്ന് കടിക്കുന്നത് ആദ്യം കണ്ടത്, പട്ടിയെ കടിക്കുന്നത് കണ്ടത്. അവരോടിപ്പോകുമ്പോഴാണ് പുലി ഓടുന്നത് കണ്ടത്. ക്രൂരമായി ആക്രമിച്ചിരിക്കുകയാണ് പുലി. വളർത്തുനായയുടെ കഴുത്തിനും അതുപോലെ തന്നെ കാലിനും വളരെ ക്രൂരമായി പരിക്കുകൾ ഏറ്റിരിക്കുകയാണ്. ജനവാസ മേഖലയ്ക്ക് പുലി ഇറങ്ങിയതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും വാഹന സൗകര്യമില്ലാതെ നടന്നു പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വാഹനത്തായി ഇരുചക്ര വാഹനത്തിനും പേടിയുണ്ട്. ഞാനിന്ന് രാവിലെ വരുമ്പോൾ ഇറക്കായതുകൊണ്ട് വണ്ടി ഓഫാക്കിയിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് പുലി റോഡ് സൈഡിലുണ്ട്. പുലി പേടിച്ചോടി, ഞാൻ അതിനെക്കാളും പേടിച്ചോടി. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് അപ്പുറത്തൊരു ഏരിയക്ക് എത്തി എന്നാണ് വിവരം കിട്ടിയത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. നിരവധി ജനങ്ങളാണ് ഇവിടെ പുലിഭീതിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ വനം വകുപ്പുകാരും എല്ലാവരും ഉണ്ട്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാട്ടിൽ കയറിയിട്ട് ഓടിക്കാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, ആ നിയമം അനുവദിക്കുന്നില്ല. പിന്നെ എന്തെന്ന് പറഞ്ഞാൽ നമ്മളെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നത് ഈ രാത്രി കാലങ്ങളിൽ പോകാതിരിക്കുക. പക്ഷേ നമുക്ക് പോകേണ്ട അടുത്ത് പോവുകയും വേണം. പിന്നെ എന്ത് ചെയ്യണമെന്ന് നമ്മൾക്ക് തന്നെ ഒന്നും അറിയുന്നില്ല. ആ സ്ഥിതിയിലാണെന്നില്ലേ പശുവും ആട് വളർത്തുന്നത്, പശു വളർത്തൽ, പിന്നെ അങ്ങനെ വളർത്തുന്ന നായ്ക്കൾ ഇതെല്ലാം ഉണ്ട്. എങ്കിലും നമ്മൾക്ക് ഭയങ്കര പ്രശ്നമാണ്. നായയെ പിടിച്ചു കൊണ്ടുപോകുന്നു, പശുവിനെ പിടിക്കാൻ പറ്റുന്നു. ഇനിയിപ്പോൾ എല്ലാവർക്കും കമ്പി വേലിയും അതിൻ്റെ അകത്ത് പശുവിനെ പോറ്റാനേ പറ്റുള്ളൂ. അത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ ഭീതിയോടെയാണ് ഞങ്ങൾ കഴിയുന്നത്. പിന്നെ ഫോറസ്റ്റിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളെല്ലാം വീട്. അടുത്തടുത്ത് വീടുകളില്ല, കുറേ ദൂരം. ഒരു വീട് കഴിഞ്ഞിട്ട് കുറേ ദൂരമാണ് മറ്റൊരു വീട്. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്ത് വിളിക്കാനോ പറയാനോ ഒരാളില്ല. പിന്നെ റോഡെല്ലാം നല്ല റോഡൊന്നുമല്ല, നമ്മൾ വീട്ടിലേക്ക് വരുന്ന റോഡെല്ലാം. പിന്നെ ഇവിടെ ഞങ്ങളെ നായിനെ കൊണ്ടുപോയിന്, കഴിഞ്ഞ വർഷം നായിനെ പിടിച്ചിട്ട് കൊണ്ടുപോയിന്. അപ്പോൾ ഇങ്ങനെ പുലി ഇല്ലതായിട്ട് ഇല്ല എന്നാണ് ഫോറസ്റ്റ് അധികൃതർ പറഞ്ഞത്. പക്ഷേ ഇപ്പം നമ്മളെ വീട്ടിൻ്റെ അടുത്തേക്ക് തന്നെ പുലി എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കുട്ടികളാകട്ടെ വളരെ ഭീതിയോട് കൂടിയാണ് സ്കൂളിലേക്ക് പോകുന്നത്. കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാനാണ് പേടിയാവുന്നത്. പിന്നെ ഒന്നാമത് റോഡില്ല, റോഡിൻ്റെ ബുദ്ധിമുട്ടാണ് ഏറ്റവും കൂടുതലുള്ളത്. ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടാണ് റോഡിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ വണ്ടി വരുന്നില്ല. സ്കൂളിലേക്ക് കുഞ്ഞോളെ കൊണ്ടുപോകാൻ ഒരു വണ്ടി ആക്കണം എന്ന് പറഞ്ഞാൽ വണ്ടി വരില്ല, വണ്ടി വരുന്നില്ല. അപ്പോൾ സ്കൂളിലേക്ക് ഇപ്പോൾ അയക്കാനേ പേടിയാവുന്നുണ്ട്. മുളിയാർ ഗ്രാമപഞ്ചായത്തിലെ വനം വന്യജീവി വകുപ്പിലെ RRT സംഘത്തിലെ അംഗമായ രവി ചരത്തോട് നമ്മളോടൊപ്പം ചേരുകയാണ്. പുലിയെ പിടിക്കാൻ വേണ്ടി കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ടോ? ഇനി എന്താണ് അടുത്ത നടപടിക്രമം? പുലിയെ പിടിക്കാൻ വേണ്ടിയിട്ട് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. 2 എണ്ണം സ്ഥാപിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ മുളിയാർ പഞ്ചായത്തിലും ഒന്ന് കാർഡക്ക പഞ്ചായത്തിലും. അതിലിപ്പോൾ 2ലും നമ്മളതിൽ വെച്ചിരിക്കുകയാണ്. പക്ഷേ അത് ഇതുവരെ, അതായത് 1 മാസം കഴിഞ്ഞിട്ട് നമുക്ക് സാധനം പുലി വന്നിട്ടുണ്ട്, അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളെ കെണിയിൽപ്പെട്ടിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും 1 മാസത്തിനകത്തൊന്ന് എന്തായാലും പിടിക്കപ്പെടുന്നതാണ് നമ്മളെ വിശ്വാസം. പിന്നെ അടുത്ത നടപടി എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഡ്രൈവ് ചെയ്തു. പക്ഷെ ഡ്രൈവൊന്നും അത്ര നല്ല പുലിയുമായിട്ടൊരു ഇതില്ല. പക്ഷെ ആനേനെ പോലെ അല്ല പുലി. അപ്പോൾ ഏതായാലും എത്രയും പെട്ടെന്ന് ഇനിയൊരു കൂടും കൂടെ സ്ഥാപിക്കാനുള്ളതുണ്ട്. എല്ലാ സ്ഥലത്തും കൂട് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇനി പിടിക്കേണ്ട ഒരു ഇത് കാണുന്നതല്ല, വേറെ മാർഗ്ഗമില്ല. പുലിയെ പിടിക്കാൻ വേറെ നമുക്ക് അങ്ങനെ ഒരു മയക്കുപൊടി വെക്കാനോ അങ്ങനെയുള്ളൊരു ഓർഡറൊന്നും ഇപ്പോൾ വരാനില്ലല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി ജനങ്ങളുടെ പ്രതിഷേധം ഇല്ലത്രയാണ് ഇതിന് നമുക്കൊരു കാര്യം നടക്കുന്നത്. അങ്ങനെ വേണം, അതാണ് അതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. കാരണം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ വിചാരിച്ച കാര്യം നടക്കില്ല. കാരണം ജനങ്ങൾ എത്ര കണ്ട് പ്രതിഷേധിക്കുന്നു അത്ര കണ്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റും.
ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം എത്ര പുലികൾ ഉണ്ടാകും? ഇപ്പോൾ നമ്മളെ ക്യാമറ ട്രാപ്പിൽ നമുക്ക് 4 പുലികളാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ജനങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് പറയുന്നുണ്ട്. അത്രയൊന്നും നമുക്ക് കണക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. 4 എണ്ണം, 2 വലുതും 2 ചെറുതും ഇപ്പോൾ നമ്മളെ ക്യാമറ ട്രാപ്പിൽ കിട്ടിയിട്ടുണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു നടപടി ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ സമരത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ജനരോക്ഷം ഇരമ്പുന്നതിന് മുൻപ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ അവസാനിപ്പിക്കുന്നു.